ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. വാങ്കഡയിൽ കോട്ടകെട്ടി മുംബൈ ഇന്ത്യൻസ്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 43 പന്തുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിനാണ് മുംബൈ ഇന്ത്യൻസ് തകർത്തെറിഞ്ഞത്. അതോടെ ഈ സീസണിലെ ആദ്യ വിജയം സ്വന്തം കാണികൾക്ക് മുന്നിൽ സ്വന്തമാക്കാൻ മുംബൈ ഇന്ത്യൻസിനായി. ഞാൻ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറയുമ്പോൾ പല വീഡിയോകളിലും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ടാലന്റ് സ്കൗട്ടിന്റെ മികവിനെ പറ്റി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സിനെ കണ്ടെത്തി അവർക്കൊരു എക്സ്പോഷർ നൽകി മുന്നോട്ട് കൊണ്ടുവരാൻ എക്കാലത്തും മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ തുടങ്ങിയവർ ചില ഉദാഹരണങ്ങളാണ്. അവരുടെ ടാലന്റ് സ്കൗട്ടിന്റെ മികവിന് ഇന്നലെ ഒരിക്കൽ കൂടി വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായി. പഞ്ചാബിലെ മൊഹാലിയിൽ നിന്നുള്ള യുവതാരമായ അശ്വിനി കുമാറാണ് ഇത്തവണ അവർക്ക് വേണ്ടി തിളങ്ങിയത്. തന്റെ കരിയറിൽ ഇതുവരെ 4 സീനിയർ T20 മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള അശ്വിനി കുമാർ അരങ്ങേറ്റത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. കളിയിലെ താരവും അശ്വിനി കുമാർ തന്നെ. ഈ സീസണിലെ മുംബൈയുടെ ആദ്യ മത്സരത്തിൽ മലയാളി കൂടിയായ വിഘ്നേഷ് പുത്തൂരിന്റെ പ്രകടനം കണ്ട് നമ്മൾ അതിശയപ്പെട്ടിരുന്നു. 3-ാം മത്സരത്തിൽ ഇതാ അശ്വിനി കുമാർ എന്ന പുത്തൻ താരോദയം. മുംബൈ ഈ സീസണിൽ ഇതുവരെ 3 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ 2 യുവതാരങ്ങൾ, അതും തങ്ങളുടെ കരിയറിൽ അങ്ങനെ മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ലാത്ത, സീനിയർ ലെവലിൽ വ്യക്തമായ പരിചയം പോലും ഇല്ലാത്ത 2 യുവതാരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് മുംബൈയുടെ ടാലന്റ് സ്കൗട്ടിന്റെ മികവിനെ പറ്റി ഞാൻ ഇടയ്ക്കിടെ എടുത്തു പറയുന്നത്. ഇനി ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ഹാർദിക് പാണ്ഡ്യ ബോളിംഗ് തിരഞ്ഞെടുത്തു. മുംബൈയിലെ പിച്ചിന്റെ കാര്യം നമുക്കറിയാം, റൺസ് ഒഴുകുന്ന റെഡ് സോയിൽ പിച്ചാണ്. പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യ ഓവറുകളിൽ മികച്ച സ്വിംഗ് ലഭിക്കുന്ന പിച്ചാണ് വാങ്കഡയിലേത്. അതായത് വാങ്കഡയിലെ ആ നാച്ചുറൽ സ്വിംഗ് മൂവ്മെന്റും അതുപോലെ ആ ബൗൺസും ഒക്കെ മുതലെടുക്കാൻ കഴിവുള്ള പേസ് ബൗളർമാരുണ്ടെങ്കിൽ പവർ പ്ലേയിൽ ബോളിംഗ് ടീമിന് കാര്യങ്ങൾ എളുപ്പമാവാറുണ്ട്. കഴിഞ്ഞ ദിവസവും അതുതന്നെയാണ് സംഭവിച്ചത്. നമ്മൾ മുംബൈ ടീമിലേക്ക് നോക്കിയാൽ IPLന്റെ ചരിത്രത്തിൽ തന്നെ പവർ പ്ലേയിൽ ഏറ്റവും മികച്ച പ്രേരശേഷിയുള്ള 2 താരങ്ങൾ അവർക്കുണ്ട്, ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറും. ഞാൻ ഈ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ ദീപക് ചഹാറിനായാലും ട്രെന്റ് ബോൾട്ടിനായാലും ആ ഒരു ഇമ്പാക്ട്, ആദ്യത്തെ 2 മത്സരത്തിൽ ആ പവർ പ്ലേയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ വാങ്കഡയിലെ കണ്ടീഷനെ മനോഹരമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പവർ പ്ലേയിൽ തന്നെ ഈ കൊൽക്കത്ത ബാറ്റിംഗ് ലൈനിൽ ഒരു ഡെന്റ് വീഴ്ത്താൻ അവർക്ക് കഴിഞ്ഞു. പവർ പ്ലേയിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 41 റൺസ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. ദീപക് ചഹാർ 2 വിക്കറ്റ് എടുത്തപ്പോൾ ട്രെന്റ് ബോൾട്ടും അശ്വിനി കുമാറും ഓരോ വിക്കറ്റ് എടുത്തു. സുനിൽ നാരായണനെ ആദ്യ ഓവറിൽ ബൗൾഡ് ആക്കിക്കൊണ്ടാണ് ട്രെന്റ് ബോൾട്ട് തുടങ്ങിയത് തന്നെ. അങ്ങനെ ആ പവർ പ്ലേയിൽ ഒരു 4 വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് കരകയറാൻ അവർക്ക് കഴിഞ്ഞില്ല. ആംഗ്രിഷ് രഘുവംശി അത്യാവശ്യം നന്നായിട്ട് കളിച്ചുവെങ്കിലും ഹാർദിക് പാണ്ഡ്യ ഒരു മനോഹരമായിട്ട് നമ്മുടെ രഘുവംശിയെ ട്രാപ്പ് ചെയ്ത് വിക്കറ്റ് നേടി. പിന്നീട് അങ്ങോട്ട് വന്നവരെല്ലാം അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആ സ്കോർ ഒന്നും കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മിഡിൽ ഓവേഴ്സിൽ കളി നിയന്ത്രിക്കുന്നതിനെ പറ്റി. ഈ വാങ്കഡയുടെ ഒരു സ്വഭാവം അനുസരിച്ച്, അതായത് പവർ പ്ലേയിൽ അധികം വിക്കറ്റ് പോയില്ല, പിന്നെ തുടക്കത്തിൽ മിഡിൽ ഓവേഴ്സിൽ അധികം വിക്കറ്റ് പോയില്ല. അതായത് ഒരു 10-12 ഓവർ വരെ ഒരു റൺ റേറ്റ് 8 ഒക്കെ ഉള്ളൂവെങ്കിലും വിക്കറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ അവസാനം 8 ഓവറിൽ തകർത്തടിക്കാൻ പറ്റും. അത് നമ്മളിപ്പം ബാംഗ്ലൂരിന്റെ കാര്യം പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ പിന്നെയും കുറച്ചുകൂടി ആദ്യത്തെ 10 ഓവറിലും നന്നായിട്ട് റൺസ് എടുക്കാം. പക്ഷെ നമ്മുടെ വാങ്കഡയിലെ കാര്യം പറയുമ്പോൾ നന്നായിട്ട് പന്ത് സ്വിങ് ചെയ്യും. അതിപ്പോൾ ബാംഗ്ലൂരിനെ ഹൈദരാബാദിനെക്കാട്ടിലും നന്നായിട്ട് സ്വിങ് ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് മുതലാക്കാൻ പറ്റിയ ബോളർമാരുണ്ടെങ്കിൽ പവർ പ്ലേയിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആ സമയത്ത് വിക്കറ്റുകൾ നൽകാതിരുന്നാൽ, അതായത് റൺസ് എടുക്കേണ്ടതെന്നല്ല, ഒരു 8, 9, ഒരു 10 ഓവർ അല്ലെങ്കിൽ 12 ഓവറിൽ ഒരു 100 റൺസ് ഉണ്ടെന്ന് വെച്ചോ, എന്നിട്ട് 1-2 വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ എങ്കിൽ ആ സ്കോർ അടുത്ത 8 ഓവറിൽ ഡബിൾ ആക്കാൻ പറ്റും. സുഖമായിട്ട് 200 ക്രോസ് ചെയ്യാൻ പറ്റും. അത് വാങ്കഡയുടെ ഒരു രീതിയാണ്. കാരണം ആ ഒരു സ്വിംഗ് ഉള്ള സമയം കുറച്ച് പാടായിരിക്കും. ഇപ്പം നമ്മൾ സെക്കൻഡ് ഇന്നിങ്സ് നോക്കിയാൽ തന്നെ നമ്മുടെ സ്പെൻസറിന്റെ ആദ്യത്തെ ഓവറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത് നന്നായിട്ട് സ്വിംഗ് ചെയ്തു. നമ്മൾ റിക്കൾഡൻ 2 സൈഡിലോട്ടും ചാടി പന്ത് പിടിക്കേണ്ടി വന്നു. ഒരെണ്ണം ഔട്ട് സ്വിംഗ് ആണെങ്കിൽ അടുത്തത് ആ ബാറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സീ മൂവ്മെന്റ് ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ സ്വിംഗ് ഉള്ള പിച്ചാണ്. അപ്പോൾ വിക്കറ്റ് കൊടുക്കാതെ ഒരു 1-2 വിക്കറ്റ് കൊടുത്ത് ഒരു 12-13 ഓവറിൽ ഒരു 100 റൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത 7 ഓവർ അല്ലെങ്കിൽ അടുത്ത 8 ഓവർ സ്കോർ നേരെ ഡബിൾ ആക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ റൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞൊരു ഓവറുകളിൽ അവർക്ക് അത്രയും റൺസ് ഏകദേശം ഉണ്ട്, പക്ഷെ വിക്കറ്റ് ഇല്ല. കാരണം അവർ വന്നപ്പം നമ്മൾ ഹൈദരാബാദിന്റെ കാര്യം പറഞ്ഞ പോലെ വന്ന് അടിക്കാൻ നോക്കിയുള്ള വിക്കറ്റുകളെല്ലാം പോയി. അപ്പോൾ പിന്നെ ഒരു അവസാന ഒരു ഓവറുകളിൽ ആക്സിലറേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഗുഡ്സ് അവർക്കില്ല, അതിനുള്ള പ്ലേയേഴ്സ് ഇല്ല, കാരണം എല്ലാവരും ഔട്ടായി പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴത്തേനും മത്സരം തോറ്റു. അതായത് 116 പോലൊരു സ്കോർ വാങ്കഡയിൽ. ഇനി അത് ഇപ്പം IPL തന്നെ ഏറ്റവും ടഫ് പിച്ചസിൽ ഒന്നായ ലക്നൌവിൽ പോലും, ഏകനാഥ് സ്റ്റേഡിയത്തിൽ പോലും ആ ഒരു 116 റൺസ് ഉണ്ടെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക ഏറെക്കുറെ അസാധ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനൊരു സ്റ്റാർ സ്റ്റഡഡ് ബാറ്റിംഗ് ലൈനപ്പിനെതിരെ ഒരു 116 ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതൊട്ടും പോസിബിൾ അല്ല. ഇനിയിപ്പോൾ ആരൊക്കെ ബൗളിംഗ് നിരയിലുണ്ടെന്ന് പറഞ്ഞാലും ചുമ്മാ സിംഗിൾ ഇട്ട് കളിച്ചാലും, കാരണം വാങ്കഡയിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ഫീൽഡ് ആണ്. അപ്പോൾ എങ്ങനെ പോയാലും ആ 116 ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്കോറേ അല്ല. അവിടെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴത്തേനും മത്സരം തോറ്റു. പിന്നെ നമുക്ക് സെക്കൻഡ് ഇന്നിങ്സിൽ അവരുടെ ബോളിംഗ് സ്ട്രാറ്റജിയെ പറ്റിയൊന്നും അനലൈസ് ചെയ്യാനില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ മത്സരം ഏറെക്കുറെ തീരുമാനമായി. ഇനി സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോൾ പറയാനാണെങ്കിൽ ഇപ്പോൾ രോഹിത് ശർമ്മ ഫോമിലല്ല, രോഹിത് ശർമ്മയുടെ വിക്കറ്റ് തുടക്കത്തിലേ പോയി. പക്ഷെ പിന്നീട് അങ്ങോട്ട് റിക്കൾഡൻ വളരെ മനോഹരമായിട്ട് കളിച്ചു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്,
ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു മത്സരം ഞാൻ പറഞ്ഞു ജയിക്കാൻ ഒട്ടും സാധ്യതയില്ല, ഒരു 90% തോൽക്കാൻ തന്നെയാണ് സാധ്യത ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും KKR. പക്ഷെ എന്നിട്ടും അവർക്ക് വിക്കറ്റ് നേടിയാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയൂ. ഇനി തോക്കുന്നെങ്കിൽ തോക്കട്ടെ, പക്ഷേ നെറ്റ് റൺ റേറ്റ് ഒന്ന് വലിയൊരു ഘടകമുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഫാക്ടർ, ആ ഒരു തോൽവി മാക്സിമം ഡിലേ ചെയ്യാനായിട്ട് വേണമെങ്കിലും വിക്കറ്റ് എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലല്ല അവർ അവർ ആ ഫീൽഡ് സെറ്റ് ചെയ്തതായാലും ഒന്നും ആ ഒരു ഇൻറ്റൻറ്റോടെ അല്ല. അതായത് വിക്കറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും അവരുടെ തോൽവി, ഇനി ജയിക്കുന്നില്ലെങ്കിൽ പോട്ടെ, എങ്ങനെയെങ്കിലും അവരുടെ തോൽവിയെങ്കിലും ഒന്ന് പിടിച്ച് താമസിപ്പിക്കണമെങ്കിൽ വിക്കറ്റ് വീഴ്ത്തണം. അവരൊരു സമ്മർദ്ദം, ഒരു പ്രഷർ കുറച്ചെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ആ ഒരു രീതിയിലല്ല അവർ ചെയ്തത്. അത് കളി തോറ്റു എന്ന് പറഞ്ഞ് തന്നെ അവർ ഇത് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ആ മത്സരം കണ്ടു കഴിഞ്ഞാൽ അത് അവർ സുഖമായിട്ട് ജയിക്കുകയും ചെയ്തു. ഒരു 43 പന്ത് ബാക്കി നിൽക്കെ അവർ കളി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻറ്റൻറ്റ് കൊൽക്കത്തയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ ഒരു ബിലോ പാർ സ്കോറിൽ ഒതുങ്ങിപ്പോയത് കൊണ്ട് ഇനി അത് ജയിക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം വന്നതുകൊണ്ടാവണം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചത്. പക്ഷെ എന്നാലും ആ മത്സരം ഒന്നുകൂടെ ഒന്ന് നീട്ടി കൊണ്ടുപോകാനുള്ളൊരു ഇതും അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കിയാലും കൊൽക്കത്തയുടെ ഔട്ടിംഗ് എന്ന് പറയുന്നത് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇനി മുംബൈയുടെ സൈഡിൽ നോക്കിയാൽ മുംബൈക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് മാച്ചാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ആ ടീമിൽ രണ്ടാമത്തെ മത്സരത്തിൽ അവർ കുറേ ചേഞ്ചസ് വരുത്തി. അതായത് നന്നായിട്ട് ബോൾ ചെയ്യുന്നുകൊണ്ടിരുന്ന വിഘ്നേഷ് പുത്തൂരിനെ പുറത്താക്കി, അതുപോലെ വിൽ ജാക്സിനെ പുറത്താക്കി, പകരം ഹാർദിക് പാണ്ഡ്യ വന്നു, പിന്നെ മുജീബ് വന്നു. ഞാൻ പറഞ്ഞു ആ ഫസ്റ്റ് മാച്ചിൽ വന്നത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു മാച്ച് ബാൻ ഉണ്ടെന്ന് ഒഴിച്ചാൽ ഫസ്റ്റ് മാച്ചിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേയിങ് 12 ആണ് അവർ ഇറങ്ങിയത്. വിഘ്നേഷ് പുത്തൂർ സർപ്രൈസ് ആയിരുന്നെങ്കിൽ കൂടി അതായിരുന്നു അവരുടെ ബെസ്റ്റ് പ്ലേയിങ് 12. എന്നാൽ രണ്ടാമത്തെ മത്സരം വന്നപ്പോഴത്തേന് അവർ ചുമ്മാ അത് ചോപ്പ് ആൻഡ് ചേഞ്ച് ചെയ്തു. അത് അവരുടെ പ്രകടനത്തിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഈ മൂന്നാമത്തെ മത്സരത്തിലേക്ക് വന്നാൽ റോബിൻ മിൻസിനും അതുപോലെ മുജീബിനും പകരം വിൽ ജാക്സും വിഘ്നേഷ് പുത്തൂരും തിരികെ വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഒരു സർപ്രൈസ് ഇൻക്ലൂഷൻ വന്നത് അശ്വിനി കുമാറിൻ്റെയാണ്, സത്യനാരായണ രാജുവിന് പകരം. അപ്പോൾ അശ്വിനി എന്ന് പറയുന്നത് നല്ല ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ്, നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരുടെ പ്ലേയിങ് 12 ഏറെക്കുറെ സോർട്ടായി. ഇനി മുമ്പോട്ട് പോകുമ്പോഴും ഇത് തന്നെയായിരിക്കും അവരുടെ ഒരു പ്ലേയിങ് 12 എന്ന് പറയുന്നത്. ഇനി അവർക്ക് ആ ഒരു പസിലിൽ ഒരു പീസ് കൂടെ ഫിറ്റ് ആവാനുള്ളത് നമ്മുടെ ജസ്പ്രീത് ബുംറയാണ്. ബുംറ എന്ന് തിരികെ വരുമെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അതായത് അതിനെപ്പറ്റി നേരത്തെ ഏപ്രിൽ ആദ്യ വീക്ക് ജോയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും കേൾക്കാനില്ല. ഇന്ന് തിരികെ വരും എന്നൊക്കെ ഉള്ളതിൽ ഒരു അനിശ്ചിതത്വം ആണ് നിൽക്കുന്നത്. ഒരു ക്ലൗഡഡ് ആണ് സംഭവങ്ങളെല്ലാം. എന്ന് വരുമെന്ന് ഒരു ഐഡിയ ഇല്ല, നമുക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വരുമ്പോൾ ഇവരൊന്നുകൂടി സ്ട്രോങ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു ഡേഞ്ചറസ് ലൈനപ്പാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ തോറ്റു, ആദ്യത്തെ 2 മത്സരങ്ങളിൽ തോറ്റുവെങ്കിലും അവരൊരു മൊമെൻറ്റത്തിലെത്തിയാൽ, കാരണം ഈ 2020 ക്രിക്കറ്റിൽ മൊമെൻറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഒരു വിന്നിങ് സ്ട്രീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ തടുത്തു നിർത്താൻ പാടാണ്. ഇപ്പം നോക്കിയാൽ റിക്കിൾട്ടൺ, വിൽ ജാക്സ്, രോഹിത് ശർമ്മ, അതുപോലെ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര സ്ട്രോങ് ലൈനപ്പാണ്. ബാറ്റിങ്ങിലായാലും ബോളിംഗ് നോക്കിയാൽ പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ ദീപക് ചഹാർ, ട്രെന്റ് ബോൾട്ട്, ഇപ്പം പിന്നെ അശ്വിനി നന്നായിട്ട് ബോൾ ചെയ്തു, അതുപോലെ സാൻഡർ നന്നായിട്ട് ബോൾ ചെയ്യും, വിഘ്നേഷ് പുത്തൂർ ചെയ്യും. പിന്നെ ഒരു ഇതുള്ളത് ഡെത്ത് ഓവേഴ്സിൽ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ തന്നെ ഓപ്പണിംഗ് ബോളറാണ്. അപ്പോൾ ഒരു ചെറിയ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡെത്ത് ഓവേഴ്സിൽ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഡെത്ത് ഓവേഴ്സ് നന്നായിട്ട് ക്ലോസ് ഔട്ട് ചെയ്യാനുള്ള ബോളേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ബുംറ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും നോക്കണ്ട, അവിടെയും ഇവർ ഓക്കെയാണ്. അപ്പോൾ ഒരു ഭയങ്കര ഡേഞ്ചറസ് ഇതായിട്ട് വിന്നിംഗ് മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആവാൻ സാധ്യതയുള്ളൊരു സൈഡാണ് ഈ മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു സ്റ്റാർട്ട് കിട്ടി, അതൊരു ഡോമിനേറ്റിംഗ് മത്സരമായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വിൻ കിട്ടി. ഇനി അവർ ആ മൊമെന്റം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ കണ്ടീഷൻസ് അനുസരിച്ച് ചിലപ്പോൾ ചേഞ്ചസ് അവിടെ ഇവിടെ വരാമെങ്കിലും വലിയ ചേഞ്ചസ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവർ നല്ലൊരു സൈഡായിട്ട് ഇപ്പോൾ 2 മത്സരം തോറ്റു, ഈ മത്സരം ജയിച്ചു. ഇനി അങ്ങോട്ടൊരു വിന്നിംഗ് മൊമെന്റം ബിൽഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അവരുടെ പ്രിവ്യൂ വീഡിയോ പറഞ്ഞിരുന്നു. അതായത് ആ ഒരു പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു പ്ലേയിങ് 11 ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ടീമാണ്, ഭയങ്കര ഡേഞ്ചറസ് ടീമാണ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് അവർക്ക് സക്സസ് തന്നൊരു കോമ്പിനേഷനാണ് അവരുടെ. നമുക്ക് 8ാമത് രമൺദീപ് സിംഗ് വരുന്ന ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിന്നിങ് അത് കഴിഞ്ഞ വർഷം അവർ ജയിപ്പിച്ച കോമ്പിനേഷനാണ്. പക്ഷേ അവിടെ ചില പീസസ് മിസ്സിംഗ് ആണ്. ശ്രേയസ് അയ്യർ ഇല്ല, അതുപോലെ ഓപ്പണിങ്ങിൽ ആ സ്റ്റാർട്ട് കൊടുത്ത ഫിൽ സോൾട്ട് ഇല്ല, പിന്നെ ഇവിടെ നമുക്ക് മിച്ചൽ സ്റ്റാർക്ക് ഇല്ല. അങ്ങനെ കുറച്ച് പീസസ് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് മിസ്സിംഗ് ആണ്. പക്ഷേ ബാക്കിയെല്ലാം അതേപോലെ തന്നെയുണ്ട്. ഇപ്പോൾ അവരുടെ മത്സരങ്ങളിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ തോറ്റു. അതൊരു ദയനീയ പരാജയമായിരുന്നു. ഒരു 1 സൈഡഡ് മാച്ച് ആയിരുന്നു ഓൾമോസ്റ്റ്. ഇടയ്ക്ക് ആ ബാറ്റിങ്ങിലെ 4 to 10 ഓവേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡൊമിനേറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു RCBയുടേത്. അപ്പോൾ ആ ഒരു 4 to 10 ഓവേഴ്സിൽ മാത്രമാണ് കൊൽക്കത്തയ്ക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അടുത്ത മത്സരത്തിൽ ജയിച്ചു, രാജസ്ഥാനെതിരെ ജയിച്ചു. ഇന്നലത്തെ മത്സരത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തോറ്റു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്തോട്ട് വെക്കാനായിട്ട് ബെഞ്ചിൽ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ
മൊയിൻ അലി ഉണ്ട്. മൊയിൻ അലി വരുന്നെങ്കിൽ മൊയിൻ അലിയെ സുനിൽ നരേന് പകരമേ ഇടാൻ പറ്റുള്ളൂ, അല്ല നമുക്ക് ഫിനിഷിംഗിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. റോമാൻ പവൽ അവിടെ ഉണ്ട്, പക്ഷെ റോമാൻ പവലിനെ ഇവിടെ ആർക്ക് പകരം ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള കാര്യം പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ റസലിന് പകരം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം റസലിന് ഒരു ലൈക്ക് ഫോർ ലൈക്ക് അല്ല അവിടെ. അപ്പോൾ ഇങ്ങനെ ഒരു ടീം 1-2 മത്സരങ്ങളോട് ഇങ്ങനെ അടുപ്പിച്ച് തോറ്റ് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ് അവർക്ക് തിരിച്ചു വരാനായിട്ട്. ഞാൻ അപ്പോൾ അന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേയിങ് ചൊല്ല് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഒരു 2-3 മത്സരം അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞ് ഇവരെ തടുത്തു നിർത്താൻ പറ്റാതെ ശക്തിയായിട്ട് മാറിയേക്കാം. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജയിച്ച മത്സരം അത്യാവശ്യം ഡോമിനേറ്റിംഗ് ആയിട്ട് തന്നെയാണ് ജയിച്ചത്, പക്ഷേ തോറ്റ 2 മത്സരങ്ങളും വല്ലാതെ തോറ്റു. അപ്പം നെറ്റ് റൺ റേറ്റിൽ നല്ല ഹിറ്റ് കിട്ടി. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവർ തീർച്ചയായിട്ടും പേപ്പറിൽ നോക്കിയാൽ, അതായത് ഈ പീസസ് എല്ലാം ഫിറ്റായി ക്ലിക്കായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡേഞ്ചറസ് സൈഡാണ്. പക്ഷേ ഇപ്പോൾ അവരൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ബാറ്റിംഗ് ഓർഡറൊന്നും സുനിൽ നരേൻ ആ രീതിയിൽ ഫോം ആയിട്ടില്ല. അതുപോലെ ഡീകോക്ക് കഴിഞ്ഞ കളി കളിച്ചു, പിന്നെ 2 മിസ്സാണ്. അതുപോലെ രഹാനെ കുഴപ്പമില്ല. പിന്നെ ആകെ നല്ലൊരു ബ്രൈറ്റായിട്ട് കളിക്കുന്നത് രഘുവംശിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ റസൽ ഫോമിലല്ല. റസലിനും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും കാര്യമായിട്ട്. ഇന്നലെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഇട്ടുവെങ്കിലും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പം പിന്നെ എനിക്ക് എക്സ്പെക്ടേഷൻ ഉള്ള പ്ലെയർ റിങ്കു സിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കണ്ടീഷൻസ് കുറച്ച് ടഫാണ് അവരുടെ പ്ലേയിങ് ചൊല്ല് വെച്ച് നോക്കുമ്പോൾ. കാരണം പ്രോപ്പറായിട്ട് ബാക്കപ്പും ഇല്ല, ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ എടുത്തിടാൻ തിരിച്ച് ആളുമില്ലാത്ത സ്ഥിതിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വരും മത്സരങ്ങളിൽ അവരെങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യുമെന്ന് നമുക്ക് കാണാം. നമുക്കിനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരാം. ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. ഇവിടെ ഇന്നത്തെ മത്സരം നടക്കുന്നത് ലക്നൌവിൻ്റെ ഹോം ഗ്രൗണ്ടായ ഏകന സ്റ്റേഡിയത്തിലാണ്. ഏകന സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദ് നോക്കിക്കഴിഞ്ഞാൽ 280 വരുന്നു, ബാക്കിയുള്ളടത്ത് 240. ഗുജറാത്തിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ 240 വന്നു. അതുപോലെ ഒരു സൈഡിലെല്ലാം ഹൈ സ്കോറിംഗ് മാച്ചസ് നടക്കുമ്പോൾ, അതിപ്പോൾ കഴിഞ്ഞ സീസണിലായാലും ഇഷ്ടംപോലെ ഹൈ സ്കോറിംഗ് മാച്ചസ് നടക്കുമ്പോൾ IPL ബോളേഴ്സിനെ പിന്തുണയ്ക്കുന്ന, അതായത് നമുക്ക് ചെപ്പോക്ക് ഉണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ ബോളേഴ്സിന് കുറച്ചുകൂടി ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷം നൽകുന്ന ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് ഏകന സ്റ്റേഡിയമാണ്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ആവറേജ് സ്കോർ ഉള്ളത് ഇവിടെയാണ്. 2023 IPL ശേഷം നമ്മുടെ ഏകന സ്റ്റേഡിയത്തിലെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 169 ആണ്. അതായത് റൺ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8.5 ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന റൺമഴകളെല്ലാം നോക്കുമ്പോൾ വളരെ ബോളിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മുടെ ലക്നൗ ഏകന സ്റ്റേഡിയത്തിലെന്ന് പറയേണ്ടി വരും. ലക്നൌവിൻ്റെ ഇപ്പോൾ ഏറ്റവും ഫോമിലുള്ള താരമായിട്ടുള്ള ഷർദുൽ താക്കൂറും കഴിഞ്ഞ മത്സരത്തിന് ശേഷം പറഞ്ഞതാണ്, അതായത് ആ ബോളേഴ്സ് അനുഭവിക്കുന്ന IPL പോലൊരു ടൂർണമെന്റിൽ ബോളേഴ്സ് അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ പറ്റിയാണ് ഷർദുൽ താക്കൂർ പറഞ്ഞത്. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല, പക്ഷെ ഒരു ഈക്വൽ കോണ്ടസ്റ്റ്, ബാറ്റും ബോളും തമ്മിലൊരു ഈക്വൽ കോണ്ടസ്റ്റ് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അവസരം. ഇപ്പോൾ ചുമ്മാ ഒരു ഫ്ലാറ്റ് ട്രാക്കാണ്, ബോളേഴ്സിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാത്തൊരു ഫ്ലാറ്റ് ട്രാക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കിൽ എംപ്ലോയ് ചെയ്തിട്ടൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ വന്നെറിയുക, അവരടിക്കുക. അപ്പം 2 ഇന്നിങ്സും കഴിയുമ്പോൾ ആര് ഏറ്റവും കൂടുതൽ അടിക്കുന്നു അവർ ജയിക്കുന്നു. അല്ലാതെ ബോളേഴ്സിൻ്റെ ഒരു സ്കിൽ സെറ്റ് അതൊന്ന് പ്രദർശിപ്പിക്കാൻ, അതൊന്ന് ഇത് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു പിച്ച്, ആ ഒരു ഫെയർ ചാൻസ്, അല്ലാതെ ഒരു വിക്കറ്റുകൾ കുമിഞ്ഞുകൂടുന്ന ഒരു പിച്ച് തരണം എന്നൊന്നുമല്ല. അതായത് 120-110 തരണം എന്നൊന്നുമല്ല ഷർദുൽ ആവശ്യപ്പെട്ടത്. ഇത്രേ ഉള്ളൂ കാര്യം. അതായത് ഒരു ബാറ്റിനും ബോളിനും ഒരു 50-50 ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പിച്ച് തരണം എന്നാണ് ഷർദുൽ ആ മത്സരത്തിന് ശേഷം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഏകന സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഷർദുലിനെ പോലെ ബാക്കിയുള്ള ബോളേഴ്സിനും അതൊരു സന്തോഷം തന്നെയായിരിക്കും. കാരണം ഈ സൈഡിൽ എവിടെ പോയാലും എറിഞ്ഞാലും അടികൊള്ളും, പക്ഷെ ഇവിടെങ്കിലും കുറച്ച് നന്നായിട്ട് ബോൾ ചെയ്യാം, തങ്ങൾക്ക് പെർഫോം ചെയ്യാമെന്നൊരു വിശ്വാസം ബോളേഴ്സിന് തരുന്ന ഒരു സ്റ്റേഡിയമാണ് ലക്നൌവിലെ ഏകന സ്റ്റേഡിയം. അപ്പോൾ പിച്ച് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ, റെഡ് സോയിൽ പിച്ച് ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ ആവറേജ് സ്കോർ 169 ഉള്ളൂ. അതുകൊണ്ട് ഒരു റൺ ഫസ്റ്റ് പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ആകെ നടന്നിട്ടുള്ളതിൽ ഒരു തവണ മാത്രം, ഇതേവരെ നടന്ന IPL മത്സരങ്ങളിൽ ആകെ പാടെ ഒറ്റ തവണ മാത്രമേ 200 സ്കോർ ചെയ്യപ്പെട്ടുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് KKR ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ടീം മാത്രമാണ്, ഒറ്റ തവണ മാത്രമാണ് ഇവിടെ ഒരു 200 എന്ന സ്കോർ പോലും വന്നത്. അപ്പോൾ ഒരു റൺ ഫസ്റ്റ് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ അർത്ഥം. ഇനിയിപ്പോൾ ഒരു 1 ഓഫ് ചാൻസ്, അതായത് KKR അടിച്ച പോലെ 200+ ഒറ്റ തവണയെ വന്നിട്ടുള്ളൂ. അത് വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ക്രിക്കറ്റാണ്, ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഒരു റൺ ഫസ്റ്റ് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് നിലവിലെ ആ ഒരു കണ്ടീഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ടീം ന്യൂസിലേക്ക് വന്നാൽ ആദ്യം നമുക്ക് ഹോം ടീമായ ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യം നോക്കാം. അവർ കഴിഞ്ഞ മത്സരം ജയിച്ചാണ് വരുന്നത്. ആദ്യത്തെ മത്സരമായാലും DCയോട് അവസാനം അശുതോഷ് ശർമ്മയുടെ ആ ഒരു പ്രകടനത്തിന്റെ പേരിൽ മാത്രമാണ് അവർ ആദ്യത്തെ മത്സരം തോറ്റത്. അപ്പോൾ അവരുടെ ടീമിൽ വലിയ ചേഞ്ചസ് വരാൻ സാധ്യതയില്ല. പിന്നെ ഒരു ചേഞ്ച് വരാൻ സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്ലോ പിച്ചാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ മത്സരത്തിൽ ബോൾ ചെയ്ത മണിമാരൻ സിദ്ധാർത്ഥ് ഉണ്ടല്ലോ, അപ്പോൾ മണിമാരൻ സിദ്ധാർത്ഥ് വല്ലതും ഒരു എക്സ്ട്രാ സ്പിൻ ഓപ്ഷനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഷഹബാസ് അഹമ്മദിനെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ മണിമാരൻ സിദ്ധാർത്ഥോ അല്ലെങ്കിൽ ഷഹബാസ് അഹമ്മദോ ഈ ഒരു പിച്ച് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഈ ടീമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം പ്രത്യേകിച്ച് അബ്ദുൾ സമദിന് പകരമായിരിക്കും അങ്ങനെ വരുന്നെങ്കിൽ വരിക. ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു ബാറ്റിംഗ് കൂടെ കുറച്ച് നോക്കുന്നെങ്കിൽ അവർ ഷഹബാസ് അഹമ്മദിനെ ആയിരിക്കും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ മണിമാരൻ സിദ്ധാർത്ഥ്. ഇവർ രണ്ടുപേരും ആദ്യത്തെ മത്സരം കളിച്ചു.
അപ്പം ഇവരിൽ ഒരാൾ അബ്ദുൾ സമദിന് പകരം പിച്ച് കണ്ടീഷൻസ് വെച്ചിട്ട് ടീമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പഞ്ചാബിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിന് നമ്മൾ ടീം റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ് ഹർപ്രീത് ബ്രാർ പ്ലേയിങ് ജോലിൽ ഉണ്ടായിരിക്കുമെന്ന്. പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ബ്രാറിനെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്ലോ കണ്ടീഷൻസ് ആണ്, സ്പിൻ ബോളേഴ്സിനും അനുകൂലം ആവുന്ന പിച്ച് ആയതുകൊണ്ട് നമുക്ക് ഹർപ്രീത് ബ്രാറിനെ പ്രതീക്ഷിക്കാം. കാരണം അല്ലെങ്കിൽ അവരുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചഹലും പിന്നീട് മാക്സ്വെലും മാത്രമായി പോകും. ഒരു തേർഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഹർപ്രീത് ബ്രാറിനെ ഇവർ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു ടീം കോമ്പിനേഷനിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ നിക്കോളാസ് പുറാൻ. അത് പറയാൻ ഞാനൊരു കാരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലും നല്ല എക്സ്ട്രീംലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, അതായത് നമ്മളെ DC-ക്കെതിരെ 30 ബോളിൽ 75, അതുപോലെ അടുത്ത മത്സരത്തിൽ 26 ബോളിൽ 70, 250 to 300 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണ്. പക്ഷേ ഏകന സ്റ്റേഡിയത്തിൽ നിക്കോളാസ് പുറാൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് അത്ര ഒരു നല്ലതല്ല. അതായത് പുള്ളി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള പിച്ചാണ് ലക്നൌവിലേത്. ഹോം ഗ്രൗണ്ട് ആണ്, പക്ഷേ പുള്ളി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള പിച്ചാണ് ലക്നൌവിലേത്. അതുപോലെ LSG നിരയിൽ ഞാൻ നോക്കിക്കാണുന്ന മറ്റൊരു പ്ലെയർ ഋഷഭ് പന്താണ്. അതായത് ക്യാപ്റ്റനാണ്. IPL-ലെ കോസ്റ്റ്ലിയസ്റ്റ് പ്ലെയർ, എക്സ്പെൻസീവ് പ്ലെയർ എന്ന ടാഗുമായിട്ടാണ് IPL-ലേക്ക് വന്നത്. ആദ്യത്തെ 2 മത്സരങ്ങളിലും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കും എന്നെ ഇത്രയും വലിയൊരു പ്രൈസ് ടാഗിന് എടുത്തതാണ്, ഞാൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, ഒരു ടഫ് പിച്ചാണ്, ടഫ് സിറ്റുവേഷനിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യണമെന്ന ആഗ്രഹം പന്തിനും കാണും. അപ്പോൾ പന്തിൻ്റെ പെർഫോമൻസ് ഞാൻ ഉറ്റുനോക്കുന്നുണ്ട്. ഇനി പഞ്ചാബ് നിരയിൽ നിന്ന് നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി ഭയങ്കര മോശമായിരുന്നു. ഈ സീസൺ വന്നപ്പോഴും ഫസ്റ്റ് പന്ത് തന്നെ ഒരു റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച് ഗോൾഡൻ ഡക്കിന് പോയി. അപ്പോൾ തന്നിലർപ്പിച്ച വിശ്വാസത്തിന് തിരിച്ചൊരു കോൺട്രിബ്യൂഷൻ നൽകുക എന്നത് ഗ്ലെൻ മാക്സ്വെലിനും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ബോളിങ്ങിൽ ഗ്ലെൻ മാക്സ്വെൽ ഓക്കെയാണ്. ഇന്നത്തെ പിച്ച് വരുമ്പോൾ ഒന്നുകൂടെ ഗ്ലെൻ മാക്സ്വെലിൻ്റെ സ്റ്റൈൽ ഓഫ് ബോളിങ്ങിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ബാറ്റിങ്ങിലൂടെ മാക്സ്വെലിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പം ഗ്ലെൻ മാക്സ്വെലിൻ്റെ പ്രകടനം ഞാൻ ഉറ്റുനോക്കുന്നുണ്ട്. അതുപോലെ ചഹലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ബോളറാണ്, പക്ഷേ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ള ബോളർ കൂടിയാണ്. കാരണം പുള്ളി വിക്കറ്റ് എടുക്കുന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റേഡിയമാണ്. ബൗണ്ടറി സൈസ് വെച്ച് നോക്കിയാലും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ്. പിച്ചും സ്ലോ ആണ്. അപ്പോൾ ചഹൽ എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ലൂപ്പി ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വിക്കറ്റ് എടുക്കാനായി ശ്രമിക്കുമ്പോൾ, അതായത് ബിഗ് ഹിറ്റ്സിനായി ബാറ്റ്സ്മാൻമാർ ശ്രമിക്കുമ്പോൾ ബൗണ്ടറിയിൽ ക്യാച്ച് വരാനൊക്കെ സാധ്യതയുള്ള സ്റ്റേഡിയമാണ്. അപ്പോൾ അപ്പോൾ ആ സൈഡിൽ നിന്ന് ചഹൽ ഞാൻ ഉറ്റുനോക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ പ്ലേസ് ടു വാച്ച് ഔട്ട് ഫോർ എന്ന് ഞാൻ പറഞ്ഞത്, അപ്പുറത്തെ സൈഡിൽ നിന്ന് നിക്കോളാസ് പുറാൻ, LSGയുടെ സൈഡിൽ നിന്ന് നിക്കോളാസ് പുറാനും ഋഷഭ് പന്തും, ഇവിടെ പഞ്ചാബിന്റെ സൈഡിൽ നിന്ന് ഗ്ലെൻ മാക്സ്വെല്ലും യുസ്വേന്ദ്ര ചഹലും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ലക്നൌവിനെ സംബന്ധിച്ച് അത്ര ഹാപ്പി മെമ്മറീസ് അല്ല അവരുടെ ഹോം സ്റ്റേഡിയത്തിലുള്ളത്. അതായത് 50% മാച്ചസ് മാത്രമേ ഇവർക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂരിന്റെ കാര്യം പറഞ്ഞാൽ ബാംഗ്ലൂരിന്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ചിന്നസ്വാമിയിൽ 2017 ശേഷം 50-ലും താഴെയാണ്. അറൌണ്ട് 44% ഓഫ് മാച്ചസേ അവർക്ക് ബാംഗ്ലൂരിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ചിന്നസ്വാമിയിൽ RCBക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു മോശം റെക്കോർഡുള്ള ഒരു ടീം ലക്നൗ ആണ്. ലക്നൌവിന് അറൌണ്ട് 50%, അതായത് 2 മത്സരം കളിച്ചാൽ 1 മത്സരം ലക്നൌവിൽ ജയിക്കും. അതാണ് അവരുടെ ഉള്ള റെക്കോർഡ്. അതൊന്ന് മാറ്റാനും അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരിക്കും. അവർ അതിനായിരിക്കും ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ന് പഞ്ചാബ് കിങ്സ് ആയിരിക്കുമോ അതോ ലക്നൗ സൂപ്പർ ജയൻസ് ആയിരിക്കുമോ വിജയിക്കുന്നത്? അതുപോലെ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.